നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് എടുക്കും എന്നതാണ് ആകാംക്ഷ. കോൺഗ്രസിലും UDF-ലും എതിർപ്പുയർന്ന സാഹചര്യത്തിൽ നികുതി കുറയ്ക്കൽ പിൻവലിക്കുമോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ആകാംക്ഷയുള്ള ചോദ്യം. രാവിലെ 8-ന് ചേരുന്ന മന്ത്രിസഭായോഗത്തിലും വിഷയം ചർച്ചയായേക്കും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയെയും ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കും. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഒരു യു-ടേണിന് കൂടി ഇന്ന് സാക്ഷ്യം വഹിക്കുമോ? കേരളം UDF സർക്കാർ വന്നിട്ട് അടുത്തൊരു യു-ടേണിനുള്ള ദിനമാണോ എന്നതൊരു ആകാംക്ഷയാണ്. ഏതായാലും മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായി തുടങ്ങാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലെ നികുതി ഇളവ് പിൻവലിക്കണമെന്ന നിലപാടാണ് ലീഗിനുള്ളത്. VM സുധീരൻ, മുൻ KPCC പ്രസിഡന്റ്, ശക്തമായി ആ കാര്യം പരസ്യമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രിയുടെ മറുപടിയിലാണ് ഇനിയുള്ള ആകാംക്ഷ സഭയിൽ. ഗുഡ് മോർണിംഗ് ഗോകുലൻ. അത് തന്നെയാണ് കാരണം. മുഖ്യമന്ത്രി എന്ത് നിലപാട് ഈ വിഷയത്തിൽ എടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ചേരുന്ന 8 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും അതിനുശേഷം സഭയിൽ ബഡ്ജറ്റ് ചർച്ചയിൽ അദ്ദേഹം മറുപടി പറയുന്ന സമയത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും എന്നുള്ളൊരു കാര്യമാണ് അത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത്. ആദ്യഘട്ടത്തിൽ വകുപ്പിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ള നയപരമായ തീരുമാനം വകുപ്പിൽ എടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും ആയുധമാക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സഭയും മറ്റ് സാമുദായിക സംഘടനകളും ഒക്കെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. നമ്മൾ കണ്ടതാണ് ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹത്തെ അനുകൂലിച്ചു നിന്ന പാർട്ടികളും അതുപോലെ തന്നെ മുന്നണിക്കകത്തുള്ള ചെറുകിട പാർട്ടികളും ഒക്കെ ഇപ്പോൾ VD സതീശന്റെ ഈ നിലപാടിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലും ഈ ഒരു തീരുമാനത്തെ, നയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുമെന്നുള്ള ഒരു കാര്യം അവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള എതിർപ്പാണ് പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ VD സതീശന്റെ ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാവുകയും ചെയ്യുക. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ആ സമയത്ത് M. ലിജു ഉൾപ്പെടെയുള്ള, അതായത് മന്ത്രി, ഈ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു ഉൾപ്പെടെ ഇതിൽ പ്രതിഷേധം അറിയിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനുശേഷമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബഡ്ജറ്റ് ചർച്ചയിൽ കൂടി മുഖ്യമന്ത്രി മറുപടി പറയുക. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം ആയുധമാക്കി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഇതിൽ അഴിമതിയുണ്ട്. ബാംഗ്ലൂരിലുള്ള ഒരു മാഫിയ, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാഫിയ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള അഴിമതി ഇതിൽ നടക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ സമയത്തും 2023 ബക്കാഡി എന്ന് പറയുന്ന കമ്പനി ഈ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിന് കേരളത്തിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ തങ്ങളത് കഴിഞ്ഞ 3 വർഷമായി പിടിച്ചു വെച്ചിരുന്നതാണ്. ആ ഫയലാണ് അതിവേഗത്തിൽ ഇപ്പോൾ നീങ്ങിയതെന്നുള്ള ഒരു കാര്യം കൂടിയാണ് പ്രതിപക്ഷം ആയുധമാക്കി ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്ഷേപം തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിവേഗത്തിലാണ് ഈ ഫയലുകൾ നീങ്ങിയത്. അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല എന്നുള്ള കാര്യം കൂടിയാണ് BJP ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്നും സഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇതിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നിർണായകമായി നിൽക്കുകയും ചെയ്യുക. ഈ ഒരു തീരുമാനവുമായി, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്ന ആ ഒരു തീരുമാനവുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ യു-ടേൺ എടുക്കുമോ എന്നുള്ള ഒരു കാര്യം ഇന്ന് എന്തായാലും രാവിലെ 8 മണിയോടുകൂടി തന്നെ അറിയാനും സാധിക്കും. ഗോകുലൻ, ഒരു വിഷയം കൂടിയുണ്ട് ജിബിൻ. ഈ നമ്മുടെ അടുത്ത ചീഫ് സെക്രട്ടറി ആരാകുമെന്ന ചർച്ച കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഗൂഗിൾ തന്നെയാണ്. കാരണം കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ജയതിലക്. അദ്ദേഹത്തിന്റെ കാലാവധി ഈ മാസം 30-ാം തീയതി അവസാനിക്കുകയാണ്. അങ്ങനെയാണ് പുതിയൊരു ചീഫ് സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മന്ത്രിസഭാ യോഗത്തിൽ ആലോചനകൾ വന്നത്. ഇന്ന് രാവിലെ ചേരുന്ന 8 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോൾ നിലവിലെ സാധ്യത അനുസരിച്ച് കേരള കേഡറിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ KR ജ്യോതിലാലിനാണ് സാധ്യതകൾ ഏറെയുള്ളത്. അദ്ദേഹം ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യ പട്ടികയിൽ തന്നെയുള്ളത്. കേരളത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുന്ന മറ്റ് മുതിർന്ന സിവിൽ സർവീസ് ഓഫീസേഴ്സിനൊക്കെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നുവെങ്കിൽ പോലും അവസാനമായി എത്തി നിൽക്കുന്ന പേര് KR ജ്യോതിലാലിനാണ്. അദ്ദേഹം 1993 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ചില അഡീഷണൽ വകുപ്പുകൾ കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ടാക്സേഷൻ, പ്ലാനിംഗ്, ഇക്കണോമിക് ആൻഡ് അഫയേഴ്സ് തുടങ്ങിയ വകുപ്പുകൾ കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രകാരം വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ മുദ്ര പോലുള്ള, മിഷൻ മുദ്ര പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കേരളം
വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ പ്ലാനിങ്ങും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ചീഫ് സെക്രട്ടറിയായി കഴിഞ്ഞാൽ അത് ഏറെ സഹായകരമാകുമെന്നുള്ള ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പേര് KR ജ്യോതിലാലിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ചേരുന്ന 8 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഗൂഗിൾ ആൻഡ് ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.